ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു 4 മണിയായിട്ടുണ്ട് എഴുന്നേറ്റ്. ഞങ്ങളിന്ന് ഒരു വണ്ടർല ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് ആക്കി കളയാമെന്ന്. ഈ വീഡിയോ ഞാൻ ഒരുപാട് സന്തോഷത്തോടാണ് എഡിറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ ഭയങ്കര ആങ്സൈറ്റി ഉള്ള ഒരാളാണ്. അവനെയും കൊണ്ട് ഇത്രയും ദൂരം, അതായത് എറണാകുളം വരെ ഒരു 4 to 5 hours യാത്ര ഉണ്ടല്ലോ. അപ്പം ഞാൻ എങ്ങനെ അവനെ കൊണ്ടുപോകുമെന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെയാണ് ഞാൻ ഇരുന്നത്. പക്ഷേ പോയിട്ട് വന്നപ്പം ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ അവനെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അവനെ എനിക്ക് മാനേജ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ എനിക്ക് ടെൻഷൻ വരാനുള്ള കാര്യമെന്ന് വെച്ചാൽ അവന് കാറിലിരിക്കുന്ന ഇഷ്ടമേ അല്ല. ഒരു 10 മിനിറ്റ് പോലും അവൻ കാറിലിരിക്കത്തില്ല. അവനെ എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് നടന്നു കൊണ്ടുപോകും. അവനെ അടങ്ങി ഒതുങ്ങിയിരിക്കും. പക്ഷെ അവന് കാറിലിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല, തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഭയങ്കര പാടാണ്. എപ്പോഴും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അവൻ കാറിൽ നിന്ന് കരയാൻ തുടങ്ങും. ഭയങ്കര ബഹളം വെക്കും, ഒച്ച വെപ്പും. അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഭയങ്കരമായിട്ട് പ്ലാനൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആ പ്ലാൻ സക്സസ് ആയതിന് സന്തോഷമാണ് എനിക്ക്. വേറെ ഒന്നുമല്ല ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവൻ്റെ തലേന്ന് തന്നെ രാത്രി കുളിപ്പിച്ച് ഡയപ്പറൊക്കെ ഇടിപ്പിച്ച് ഒരുക്കി അങ്ങ് കിടത്തി. എന്നിട്ട് അവൻ ഉറങ്ങുന്ന ടൈം ആയിരിക്കുമല്ലോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഞാൻ അതേപോലെ അവനെടുത്ത് വണ്ടി വെച്ച് അവൻ എണീക്കുന്ന ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഏകദേശം എറണാകുളം എത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ രാത്രി ഞങ്ങൾ ഇതേ സെയിം പരിപാടിയാണ്. അവൻ ഉറങ്ങുന്ന ടൈം ആയപ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വണ്ടിയിൽ അവൻ ബഹളമൊന്നുമില്ലാതെ ശാന്തശീലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് എറണാകുളത്തൊക്കെ എത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ആനന്ദഭവനിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ കയറി ഞാനും ഒരു നെയ് റോസ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗൈസ്, ഞങ്ങൾ മസാല ദോശ കഴിക്കാം. അല്ല, മസാല ദോശ അല്ല, നമ്മൾ ഗീ റോസ്റ്റ് കഴിക്കാൻ വന്നത്. എനിക്ക് ബ്ലാക്ക് കോഫി വേണോ? അത് ബ്ലാക്ക് ടീയാ പറഞ്ഞതല്ലേ? ഞങ്ങൾ വണ്ടർലയിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ വണ്ടർലയിൽ എത്തും. നമ്മളിതാ ഡ്രസ്സൊക്കെ മേടിക്കാനായിട്ട് ആദ്യം കണ്ട കടയിൽ തന്നെ കയറിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളിതാ വണ്ടർലയിൽ എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല, വണ്ടർലയെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കൊച്ചിൽ തൊട്ടേ എങ്ങനെയാണ്, ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഭയങ്കര ഹാപ്പിനെസ്സാണ്. എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ്സാണ്. ബൈ ദ വേ, ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരുന്നു. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടാണ്. അങ്ങനെ ഞങ്ങളിതാ വണ്ടർലയിലൊക്കെ വന്നിരിക്കുവാണ്. അവിടെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തു. പിന്നെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞത് ദച്ചുവിനെ വൃത്തിയാക്കുക എന്നാണ്. ദച്ചുവിനെ ക്ലീൻ ചെയ്തെടുക്കുക. ഇന്ന് നമ്മൾ കുളിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം വെറ്റ് വൈപ്സൊക്കെ വെച്ച് ഫുൾ അവനെ തുടച്ചൊക്കെ എടുത്തു. അവൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം അവനെ ഞങ്ങളിതാ ഷോർട്സൊക്കെ ഇട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. അവന് സത്യം പറഞ്ഞാൽ കിളി പോയിട്ടിരിക്കുക. എന്തോ കാര്യം എന്നൊന്നും മനസ്സിലായില്ല. അവൻ ഉറക്കം എഴുന്നേറ്റപ്പോൾ അവൻ കാറിനകത്ത്. പിന്നെ ഏതോ സ്ഥലത്തൊക്കെ അവനെ കൊണ്ടുവന്നു. ആദ്യം കുറച്ച് നേരമൊക്കെ അവൻ ഭയങ്കര എന്തോ വേണമെന്നറിയാതെ ആ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പം അവന് ഒരുമാതിരി ആയിരുന്നു. പിന്നെ ഞാൻ അവന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് അവന് കുറുക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പുറത്തുനിന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവൻ ആ സമയത്തൊക്കെ അവൻ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരുന്നു. പക്ഷേ അവൻ അകത്തങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ അവന് വേറെ ഏതോ ലോകത്തെത്തിയൊരു ഫീലായിരുന്നു. അവൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ചെറുതായിട്ടൊരു മയക്കത്തിലായിരുന്നു. പക്ഷെ അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരു റൈഡിൽ ഞാനൊന്ന് കയറി ഇറങ്ങുന്ന വരെ ഉണ്ടായിരുന്നുള്ളൂ ആ ഉറക്കമൊക്കെ. അത് കഴിഞ്ഞിട്ട് അവൻ അന്നേരം എഴുന്നേറ്റാണ്. പിന്നെ വൈകുന്നേരം വരെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അവനിങ്ങനെ ഇരിക്കുവാണ്. ഈ ഒരു വണ്ടർല ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഫോൺ കൊണ്ട് ആദ്യമായിട്ടാണ് വണ്ടർലയ്ക്കകത്ത് കയറുന്നത്. സാധാരണ എപ്പോൾ വന്നാലും ലോക്കറിനകത്തൊക്കെ ഫ്രീ ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും മോനുണ്ടായിട്ട് അവൻ്റെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് എന്തായാലും ബാഗ് എടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫോൺ എടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫോൺ എടുക്കുമല്ലേ, അങ്ങനെയാണെങ്കിൽ ഒരു മെമ്മറീസ് ആയിട്ട് ഒരു വ്ളോഗും എടുത്തേക്കാം. കാരണം എപ്പോഴും നമുക്കിങ്ങനെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴും ഫോൺ എടുത്തുകൊണ്ട് വണ്ടർലയിൽ കയറുന്നത് ഭയങ്കര ഒരു ടാസ്ക്കായിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ അത് എടുത്തത് നല്ലതായിട്ട് ഫീൽ ചെയ്തു. കാരണം കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചെയ്തൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ അവനെയും കൊണ്ട് ഞങ്ങൾ 2-3 റൈഡിലൊക്കെ കയറിയിട്ട് അഡ്വഞ്ചേഴ്സ് ഓഫ് ചിക്കു എന്നും പറഞ്ഞൊരു 3D ഷോ
3D ആയിരുന്നു എന്തോ ആ ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കാണാൻ കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ വിചാരിച്ചു അവനെ കയറ്റിലായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബേബീനെയും കൊണ്ട് കയറാം, കരയുവാണെങ്കിൽ ഡോറുണ്ട്, ആ ഡോർ വഴി ഇറങ്ങി പുറത്തു വന്നാൽ മതിയെന്ന്. ആക്ച്വലി അവൻ അത് നന്നായിട്ട് കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ആകെപ്പാടെ അവർ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യും, അത് സ്പ്രേ ചെയ്യുമ്പോൾ മാത്രം അവനൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവനത് ആദ്യമായിട്ടാണ് അവനിങ്ങനെ ഒരു തിയേറ്ററിനകത്ത് തന്നെ കയറുന്നത്. ഞങ്ങൾ സിനിമയ്ക്കൊന്നും പോകുമ്പോൾ അവനെ കൊണ്ടുപോകാറേ ഇല്ലല്ലോ. ഞങ്ങളെ കൂടെ വന്ന ആരെയും കാണുന്നില്ല, കണ്ടുപിടിക്കുക. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ചട്ടിച്ചോറും ഒരു ബിരിയാണിയും മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയ്ക്ക് കത്തുന്ന വിലയാണ് ഗൈസ് അവിടുത്തെ ഫുഡിനൊക്കെ. ഒരു ബിരിയാണിക്ക് 410, പിന്നെ ചട്ടിച്ചോറിന് 400 സംതിങ് അങ്ങനെ എന്തോ ആണ് റേറ്റ്. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത് മതിയായിരുന്നു, ടമ്മി ഫീലിംഗ് ഒക്കെ ആയിരുന്നു സംഭവം. പിന്നെ ഒരുപാട് ഫുഡ് കഴിച്ചാൽ നമ്മൾ ഈ റൈഡിലൊക്കെ കയറുമ്പോൾ നമുക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളിത് റെയിൻ ഡാൻസ് നടത്തുന്ന അവിടെ ഒന്ന് കുറച്ച് നേരം റെയിൻ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വാവേനെ ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറക്കിയിട്ടില്ല, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് അവർ കാലൊക്കെ ഒന്ന് നനയ്ക്കാനായിട്ട് ഇതാക്കിയിട്ടേ ഉള്ളൂ, അല്ലാതെ വെള്ളത്തിലൊന്നും ഇറക്കിയിട്ടില്ല. കുഞ്ഞല്ലേ ആൾ, കുറച്ചുകൂടെ വലുതാകുമ്പോൾ നമ്മൾ അറിഞ്ഞും പറിഞ്ഞും എല്ലായിടത്തും ഇറക്കുന്നതായിരിക്കും. പിന്നെ വാവ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ റൈഡിലും ഒരുമിച്ച് കയറുന്നൊന്നും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല, കാരണം അവരെ എടുത്തുകൊണ്ട് നിൽക്കണമല്ലോ ആരെങ്കിലും ഒരാൾ. അപ്പോൾ ഞങ്ങൾ മാറി മാറിയാണ് എടുത്തുകൊണ്ട് നിന്നത്. കൂടുതൽ എടുത്തുകൊണ്ട് നിന്ന അരുചേട്ടൻ തന്നെ ആയിരുന്നു, കാരണം അരുചേട്ടന് ലാൻഡ് റൈഡ്സിലൊന്നും കയറാൻ വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ കുറേ നേരം അരിച്ചേട്ടൻ തന്നെയാണ് എടുത്തുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതാ എല്ലാം കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ വണ്ടർലേ വരുമ്പം തിരിച്ചു പോകാൻ നേരത്ത് ഭയങ്കര ഒരുങ്ങിയൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ ഭാവ ഉണ്ടായത് തന്നെ അവനെ വൃത്തിയാക്കണം, എനിക്ക് റെഡി ആവണം, എല്ലാം ഉണ്ടായത് കൊണ്ട് ഞാനങ്ങനെ ഒരുങ്ങിയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഡ്രസ്സ് അങ്ങോട്ട് എടുത്തിട്ടു, അത്ര ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തൊന്നുമില്ല. പിന്നെ വീട്ടിലോട്ടല്ലേ പോകുന്നത്, വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ പിന്നെ അവന്താ വൈകുന്നേരം കുറച്ച് നേരം ഒന്ന് ഉറങ്ങി, പിന്നെ എഴുന്നേറ്റ് കാറിനകത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, അത്യാവശ്യം വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം വണ്ടി കയറിയപ്പോൾ തന്നെ അവൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അങ്ങനെ വീട്ടിൽ വന്നത് അവൻ കിടന്നുറങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.